നമുക്കിനി പോകേണ്ടത് മുസ്ലിം ലീഗിന്റെ പൊന്നാവരം കൂട്ടയായ മലപ്പുറം വലിയ ഇളക്കം ഒന്നും സംഭവിക്കാൻ തോന്നുന്നില്ല അല്ലേ? മലപ്പുറം ലീഗിന്റെ തട്ടകമാണ്. സ്വതന്ത്ര പരീക്ഷണങ്ങളാണ് അവിടെ ആകെ LDF-ന് സാധ്യതകൾ നൽകിയത്. പോയ തെരഞ്ഞെടുപ്പുകളിൽ ആകെ ഇത്തവണ പക്ഷെ ഒരൊറ്റ സീറ്റ് കൊടുക്കില്ല എന്നുള്ളതാണ് ലീഗ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് UDF പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നതിനപ്പുറത്ത് ലീഗ് കഠിന പ്രയത്നം അതിനുവേണ്ടി നടത്തിയിട്ടുണ്ട്. ആ കണക്കുകൾ എത്ര കൂടെ നിൽക്കുന്നു എന്ന് നമുക്ക് നോക്കാം. ഷിഹാസ് അന്തു ചേരും നമ്മുടെ കൂടെ. യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 2021 ഇടതിന് അനുകൂലമായ അത്ര വലിയൊരു തരംഗമുണ്ടായ സമയത്ത് പോലും 99 സീറ്റ് നേടി LDF അധികാരത്തിൽ വന്നപ്പോൾ പോലും UDF-നെ കൈവിടാതിരുന്ന ജില്ലയാണ് ഇപ്പോൾ ഇടതിന്. കൊല്ലം, കണ്ണൂർ, തൃശ്ശൂർ, പാലക്കാടൊക്കെ എത്രമാത്രം ഒരു സ്വാധീനമുണ്ടോ അതുപോലെ UDF-ന് ഞങ്ങളുടേതാണെന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ജില്ലയാണ് മലപ്പുറം. അപ്പോൾ 2021 ഒരു സീറ്റ് നില നമുക്ക് നോക്കാം. ഇത്തവണ UDF 16-ൽ 16 ഒരു ക്ലീൻ സ്വീപ്പ് ഇത്തവണ മലപ്പുറത്ത് നേടിയെടുക്കും. 16 സീറ്റുകൾ നേടുമെന്ന് ഉറച്ചു പറയുന്നു. അപ്പോൾ 2021 കണക്ക് അതിങ്ങനെയായിരുന്നു. ആകെ മലപ്പുറം ജില്ലയിലുള്ള സീറ്റ് അത് 16 അതിൽ LDF-നൊപ്പം 2021 നിന്ന് 4 സീറ്റുകൾ മാത്രമാണ്. അതിപ്പോൾ താനൂരുണ്ട്, തവനൂരുണ്ട്, പൊന്നാനിയുണ്ട്, നിലമ്പൂരുണ്ട്. ഇതിൽ ഒരു സീറ്റ് പിന്നീട് PV അൻവർ കൂറുമാറി അപ്പുറം പോയപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും അത് വീണ്ടും UDF-നോടൊപ്പം വരികയും ആര്യാടൻ ഷൗക്കത്ത് അവിടെ വിജയിച്ച് കയറുകയും ചെയ്തു. UDF-നൊപ്പമാണ് 12 സീറ്റുകളും 2021. ആലോചിക്കണം, അത്ര വലിയൊരു തരംഗം സംസ്ഥാനത്തുടനീളം ആഞ്ഞടിച്ച സമയത്ത് പോലും 12 സീറ്റ് UDF-ന് കൊടുത്തതാണ് മലപ്പുറത്ത്. ഇനിയിപ്പോൾ കഴിഞ്ഞ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചോ നോക്കിയാൽ നോക്കൂ, UDF-നൊപ്പമാണ് 16 സീറ്റും. അതായത് മലപ്പുറം ജില്ലയെ മൊത്തത്തിൽ UDF അങ്ങ് എടുത്തു. അത്തരത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. താനൂരും തവനൂരും പൊന്നാനിയും അടക്കം തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് UDF വിചാരിക്കുന്നു. ഒരു വലിയൊരു തോൽവി മുന്നിൽ കാണുന്നുണ്ട്. പുറത്ത് പറയുന്നില്ലെങ്കിൽ പോലും ഇടതുപക്ഷം, അതാണ് സാധ്യത. അതാണ് മുബഷീർ P. അക്ബർ കൂടിയുണ്ട്. മുബഷീർ, ഈ പറഞ്ഞ പോലെ കണക്കുകളൊക്കെ അനുകൂലമാണ് UDF-ന്. അങ്ങനെ ഒരു ക്ലീൻ സ്വൈപ്പ് മലപ്പുറത്ത് UDF പ്രതീക്ഷിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും തൂത്തുവാരുമെന്ന് തന്നെയാണ് UDF നേതാക്കൾ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയോട് സംസാരിച്ച സമയത്തും അതേ ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ചും ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പ്രകടനം വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ്. മലപ്പുറം ജില്ലയിൽ ഒരൊറ്റ ജില്ലാ പഞ്ചായത്ത് സീറ്റിൽ പോലും അവർ വിജയിച്ചിട്ടില്ല. 16 മണ്ഡലങ്ങളിലും ഇടതുപക്ഷം പിന്നോട്ടാണ്. പൊന്നാനി നഗരസഭയിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചത്. LDF-നെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ട് അത് മുൻനിർത്തി വികസന വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള പ്രചാരണങ്ങളിലൂടെ മണ്ഡലങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു നിന്നുകൊണ്ട് UDF തിരിച്ചുവരും. 16 മണ്ഡലങ്ങൾ നേടിയെടുക്കുന്ന അവകാശവാദങ്ങൾ തന്നെ UDF നടത്തുന്നു എന്നുള്ളതാണ്. മുസ്ലിം ലീഗ് വളരെ സജീവമായിട്ട് ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. പാണക്കാട് കുടുംബാംഗങ്ങൾ നേരിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മലപ്പുറത്തെ വിവിധ മണ്ഡലങ്ങൾ നയിച്ചത് വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്ന് ലീഗ് നേതൃത്വം ഉൾപ്പെടെ വിലയിരുത്തിയതാണ്. അതുൾപ്പെടെ തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്നുള്ളതാണ് അവരുടെ കണക്കുകൂട്ടൽ. പക്ഷേ CPM അത്തരം വാദങ്ങളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയുന്നുണ്ട്. സ്വതന്ത്ര പരീക്ഷണം ഇത്തവണയും ഫലം കാണുമെന്നുള്ളതാണ് അവരുടെ അവകാശവാദം. മന്ത്രിയുടെ മണ്ഡലമായിരുന്ന V. അബ്ദുറഹിമാന്റെ മണ്ഡലമായിരുന്ന താനൂരിൽ നിന്നും അദ്ദേഹം തിരൂരിലേക്ക് മാറി. തിരൂരിൽ വലിയ വിജയ സാധ്യതയുണ്ട്. താനൂരിൽ PK നവാസിനെതിരെ മത്സരിപ്പിച്ച ഇടത് സ്വതന്ത്രൻ അദ്ദേഹത്തിന് വലിയ വിജയ സാധ്യതയുണ്ട് എന്നുള്ളതാണ് CPM-ന്റെ അവകാശവാദം. തവനൂരിൽ കെട്ടിച്ചേരിൽ സീറ്റ് നിലനിർത്തുമെന്ന് CPM ആവർത്തിച്ച് പറയുന്നുണ്ട്. പൊന്നാനി അവരുടെ പൊന്നാപുരം കോട്ടയാണെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ തെളിയിച്ചതാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് എന്തായാലും വലിയ പോരാട്ടം പ്രതീക്ഷിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് മുബഷീറും നമ്മളോട് പറയുന്നത്.